അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സുഖല്ലേ? ആ, നിങ്ങൾ അലമാര കണ്ടിട്ടുണ്ടോ? അല്ലോ, വലിയ അലമാരകളൊക്കെ ഉണ്ടാവും ചിലയിടത്ത് അല്ലേ? ആ, ഇവിടെയുണ്ട് വലിയൊരു അലമാര ക്ലാസ്സിൽ. അപ്പോ അലമാരകൾ, അതിന് പറയുന്ന പേരെന്താ അറിയോ? ഖിസാന. 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 ഖജനാബു എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ നിങ്ങള്? ഖജനാബു എന്നൊക്കെ. ആ, ഖിസാന. ഖിസാന. അപ്പൊ ഇന്ന് നമുക്ക് ഇതിൽ പഠിക്കാൻ പോണ അക്ഷരം ഏതാ? നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സായി എന്ന അക്ഷരം. അതിനൊരു അലിഫ് കൂടി അങ്ങ് കൊടുത്താലോ? സാ. എന്താണ്? ആ, സാ. സാ എന്ന അക്ഷരം. അതായത് സ, സു, സി നീട്ടാനുള്ളത് അല്ലേ? അലിഫ് വാവ് യാ നീട്ടാനുള്ളതാണ്. അപ്പോ സ എന്നതാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. നോക്കാം. സ, സു, സി നോക്കാം. അലമാര ആരോ തുറന്നിട്ടുണോ? ആ, ക്യാഷ് ഉണ്ടോ അതില്? എന്തായാലും പേര് നോക്ക്. ഖിസാന. 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 അവിടെ ഒരു അവസാനം ഒരു താ ഉണ്ടല്ലേ? അതിനെ കുറിച്ച് നമുക്ക് പിന്നീട് പറയാട്ടോ. നോക്കാം. ജ, സ, ഉൻ, ജസാഉൻ. ജസാഉൻ. ജ, സു, റുൻ, ജസൂറുൻ. അ, സി, സുൻ, അസീസുൻ. അസീസുൻ. അ, സ, റ, അസ്സറ. അസ്സറ. ഉ, സി, റ, ഉസ്സിറ. ഉസ്സിറ. ബ, സ, സുൻ, ബസ്സാസുൻ. ബസ്സാസുൻ. സ, സു, സി. അപ്പോ സായി എന്ന അക്ഷരം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ്? സാ. സാ ഉണ്ടല്ലോ. ഇനി ഇതില് ഖിസാനയിൽ നമ്മളൊരു താഴ് കാണുന്നുണ്ട്. അത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇപ്പൊ നമ്മൾ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറയാം കേട്ടോ. നിങ്ങളൊന്ന് കേട്ടാ മതി. ഹ. ഇതെന്താ അക്ഷരം? ഹ. അതിന് രണ്ട് പുള്ളി കൊടുത്താലോ? ത. ത. ഇതോ? ഇതും താ തന്നെ അല്ലേ? ആ, ഇപ്പൊ എത്ര പഠിച്ചാൽ മതി കേട്ടോ. ഇതും താ എന്നാണ്, ഇതും താ എന്നാണ്. ഇതിന് പുള്ളി പോയാൽ ഹ എന്നാവും. ഇത് ഒരു വാഹനമാണെന്ന് വിചാരിച്ചോ, ഒരു വണ്ടിയാന്ന് വിചാരിച്ചോളൂ. ഇതിലുള്ള പുള്ളിയില്ലേ, അത് അതിൽ കൊണ്ടുപോകുന്ന രണ്ട് ചാക്ക് കെട്ടുകളാന്ന് വിചാരിച്ചോളൂ നിങ്ങള്. രണ്ട് ചാക്ക്, അതിൽ സാധനങ്ങളൊക്കെ നിറച്ചുകൊണ്ട് രണ്ട് ചാക്കൊക്കെ ആയിട്ട് രണ്ട് വണ്ടി പോവാൻ. അപ്പൊ നമുക്കൊന്ന് കാണാം. ഇതാണ് ആദ്യത്തെ താവണ്ടി അല്ലേ? ഇതിലെന്തുണ്ട്? ആ രണ്ട് പുള്ളി അല്ലേ? രണ്ട് പുള്ളിയൊക്കെ ഉള്ള ചാക്കുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ ഒരു വണ്ടിയൊക്കെ ആക്കാം. ഒക്കെ നിങ്ങളാക്കിയാൽ മതി. അപ്പോ ഈ വണ്ടി ഇങ്ങനെ സ്പീഡിൽ പോവാൻ. സ്പീഡിൽ പോകുമ്പോ പെട്ടെന്ന് ഈ വണ്ടി അങ്ങ് ബ്രേക്ക് ഇട്ട്. അപ്പൊ ഈ പുള്ളിക്ക് എന്ത് സംഭവിക്കും? അല്ല, ഈ ചാക്കുകൾക്ക് എന്ത് സംഭവിക്കും? ഈ ലോറിയിലുള്ള ചാക്ക് ഇവിടെ വന്നാണ്ട് ഇങ്ങോട്ട് ജാമാവും അല്ലേ? അപ്പൊ ഉണ്ടോ? ആ, ഉണ്ടോ? ഇതൊരു ബ്രേക്ക് ഇടലാണ്. ഇനി ഇതൊരു വണ്ടിയാന്ന് വിചാരിച്ചോളി നിങ്ങൾ. ഇങ്ങനത്തെ ഒരു വണ്ടി ഇവിടെ മെല്ലെ പറ്റി പിടിച്ച് നിൽക്കുകയാണ് രണ്ട് ചാക്ക്. ഈ വണ്ടി ഇങ്ങനെ പറന്ന് പോയിനി പെട്ടെന്നാണ് ബ്രേക്ക് കുടിച്ചാൽ ഈ പുള്ളി എന്താവോ? ഈ രണ്ട് പുള്ളി ഇങ്ങനെ തെറിച്ച് ഇങ്ങനെ വീഴും. അപ്പൊ പുള്ളി ഉണ്ടാവൂല. പുള്ളി ഞാൻ ഈ അക്ഷര ആരായി? ഹ ആയി. ഹ ആയി. കണ്ടോ? അപ്പൊ നമ്മളിവിടെ ഖിസാന എന്നാണ് എഴുതിയത്. ഇനി നോക്കണം കേട്ടോ. ഖിസാന. ഖിസാന നോക്കാം. ഇതങ്ങ് ബ്രേക്ക് കുടിച്ചപ്പോ ഇതിന്റെ രണ്ട് പുള്ളി ഇവിടെ നിർത്തിയപ്പോ എന്തായി? പുള്ളി അങ്ങ് തെറിച്ചുപോയി. അപ്പൊ ഹാന്നായി. ഖിസാന. ഖിസാന. ബ്രേക്ക് ഇടുമ്പോ ഖിസാന. ഓക്കെ, അത് നമ്മള്
ഒന്ന് മനസ്സിലാക്കി വെക്കാനാണ്. പിന്നീട് അതിനെക്കുറിച്ച് പറയും. അപ്പൊ ഇൻഷാ അല്ലാ ഖിസാന, അലമാര എല്ലാവരും പഠിക്കൂലേ? എന്നിട്ട് വായിച്ചു വിടണം കേട്ടാ. അപ്പൊ നമുക്ക് അതിന്റെ തെദ്രീബാത്ത് നോക്കാം. എന്താണ്? നഖ്റ, വായിക്കാം. വായിച്ചോളൂ. ദൂ അല്ലെ, സാദു. അടുത്ത എന്താണ്? തസീദു, തസീദു. അടുത്തതോ? സൂറുൻ, സൂറുൻ. അടുത്തോ? തഅസ്സറ, 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 തഅസ്സറ. നുറക്കിബു കലിമ. നമുക്ക് ഈ അക്ഷരങ്ങളൊക്കെ കൂട്ടിയിട്ട് വാക്കുകൾ ഉണ്ടാക്കണം. നോക്കണേ. ഒരക്ഷരങ്ങൾ വായിക്കൂ. സു, ജ, ദുൻ, ദു, റോ. അടുത്ത വരി ബ, ബുൻ, ത, ബ, ഉൻ. ഇതിൽ നിന്ന് 2 അക്ഷരം 3 അക്ഷരമൊക്കെ കൂട്ടിയിട്ട് ഒരു വാക്ക് ഉണ്ടാക്കാം. നമ്മൾ നോക്കട്ടോ. സുബദ് എന്ന് ഇതിലുണ്ടോ? സു എന്നുണ്ടല്ലേ? അതിന് താഴെ ബ എന്നുണ്ട് അല്ലേ? മുകളിൽ ദുൻ ഇല്ലേ? സുബദുൻ. ബാബുൻ ഉണ്ടോ? അതാ ബാ ബുൻ, ബാബുൻ ഉണ്ട് അല്ലേ? ബാ ഉന്നോ? ബാ ഉൻ അല്ലേ? താ ഉന്നോ? താ ഉൻ. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാക്കുകൾ ഉണ്ടാക്കി താഴെ എഴുതണം കേട്ടോ. അടുത്ത നക്തശിഫു മിനൽ ഖുർആനി. ഖുർആനിൽ നിന്ന് സ എന്ന അക്ഷരം, ഈ അലിഫു ആണ് കേട്ടോ, സ എന്ന അക്ഷരം കണ്ടെത്താം. നോക്കാം. ലാ യസാലു, ലാ യസാലു, സ. കണ്ടോ? ലഖവിയുൻ അസീസ്. അതിലുണ്ടോ? അതിൽ സി എന്നുള്ളത് അല്ലേ? വലമ്മ ബറസു, സു എന്നുള്ളത് അല്ലേ? നമ്മൾ സ എന്നതാ നോക്കുന്നത് അല്ലേ? അത് ഒന്നാമത്തേലേ ഉള്ളൂ. നഖ്റഉ മിനൽ ഖുർആനി. ഖുർആനിൽ നമുക്ക് ഓതാം. ഓതിക്കോളൂ. ജസാഉ, ജസാഉ അല്ലേ? അടുത്ത് ഹിസ്ബു, ഹിസ്ബു. തജ്സി, തജ്സി. ബറസു, ബറസു. ജുസ്അൻ, ജുസ്അൻ. സബൂറൻ, സബൂറൻ. ഇതൊക്കെ വഖഫ് ചെയ്യുമ്പോൾ അതിന്റെ രീതിയൊക്കെ മാറും കേട്ടോ. അപ്പൊ നമ്മൾ വായിച്ച് പഠിക്കട്ടാ. അപ്പോ ഈ ഹോംവർക്കുകൾക്ക് നന്നായി വൃത്തിയായി ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.